21 നടന്ന കേട്ടറ്റ് എക്സാമിലെ കാറ്റഗറി 2 സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങളും അവയുടെ SCERT പാർട്ടുകളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഭൂമിയെ കിഴക്കൻ അർദ്ധഗോളം, പടിഞ്ഞാറൻ അർദ്ധഗോളം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന രേഖാംശങ്ങൾ. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലാസ് 6 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന പാഠഭാഗത്തിൽ പ്രൈം മെറീഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും രണ്ടായി തിരിക്കാം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം: ഒരു ധരാതലീയ ഭൂപടത്തിൽ അന്തർദേശീയ അതിർത്തിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതാണ് എന്ന്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. ഇത്തരത്തിലുള്ള കുറച്ച് അധികം ചിഹ്നങ്ങളും അതുപോലെ നിറങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഇത് ക്ലാസ് 7 ടെക്സ്റ്റിലാണ്. ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്നാണ് പാഠത്തിൻ്റെ പേര്. അതിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നിറങ്ങൾ: പച്ച നൈസർഗിക സസ്യജാലങ്ങൾ, മഞ്ഞ കൃഷിയിടങ്ങൾ, ചുവപ്പ് പാർപ്പിടങ്ങൾ റോഡുകൾ, പിന്നെ കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയ്ക്ക്, നീല ജലാശയങ്ങൾക്ക്, തവിട്ട് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ. ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് മുൻപും വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓരോ ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം മുൻപും ചോദ്യങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളൊരു പട്ടികയാണ്. അപ്പോൾ ക്ലാസ് 7 ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് നവീന ശിലായുഗവുമായി ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലാസ് 6 തന്നെ ഒരു ഭാഗത്തു നിന്നാണ് ഈ നവീന ശിലായുഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതും ആയ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു, അതുപോലെ കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എന്ന്. പിന്നീട് പറഞ്ഞിട്ടുള്ളതാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു എന്ന്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കൃഷിയുടെ ആരംഭം ശരിയാണ്. കൃഷിയുടെ ആരംഭം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൺപാത്രങ്ങളുടെ നിർമ്മാണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി ആവശ്യങ്ങൾക്ക് ആയി മൃഗപരിപാലനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ ഡി നാടോടി ജീവിതമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻ ഡി ആണ് നവീന ശിലായുഗവുമായി ബന്ധമില്ലാത്തത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്: 1857 കലാപത്തിൽ ഡൽഹിയിലെ നേതാവ് ആരായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് 8ാം ക്ലാസ്സിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ഭാഗത്ത് ഇങ്ങനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 1857 നടന്ന കലാപം നടന്ന സ്ഥലങ്ങൾ, കലാപത്തിന് നേതൃത്വം നൽകിയവർ, പിന്നെ അവരുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ ഈ കലാപം നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ്. അതുപോലെ ജനറൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലായിരുന്നു. ഇനി നാനാ സാഹിബ് നമ്മുടെ കാൺപൂറിലായിരുന്നു, മറാത്ത ഭരണാധികാരിയായിരുന്നു. അപ്പോൾ കാൺപൂരാണ് നാനാ സാഹിബ്. റാണി ലക്ഷ്മി ബായി ആണ്. ഇനി അതുപോലെ താന്തിയ തോപ്പിയാണ് കൊടുത്തിട്ടുള്ളത്. അതും കാൺപൂർ തന്നെയായിരുന്നു. കാൺപൂർ നാനാ സാഹിബിൻ്റെ സൈനിക തലവനായിരുന്നു താന്തിയ തോപ്പ്. ഗറില്ല യുദ്ധമുറകൾ അത് താന്തിയ തോപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത ചോദ്യമാണ്: ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെ കാറ്റ് എന്ന് വിളിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റ്. അടുത്ത ചോദ്യം: കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി ഏത് എന്നാണ് ചോദ്യം. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഡച്ചാണ്. അടുത്ത ചോദ്യമാണ്: ഒരു ഭൗതിക ഭൂപടം എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഭൗതിക ഭൂപടങ്ങൾ, സാംസ്കാരിക ഭൂപടങ്ങൾ എന്നിങ്ങനെ 2 കൊടുത്തിട്ടുണ്ട്. ഭൗതിക ഭൂപടങ്ങൾ എന്തിനെയാണ്? ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണെന്ന് പറയുന്നത്. ഇനി സാംസ്കാരിക ഭൂപടങ്ങളാണെങ്കിലോ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. ഉദാഹരണം രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, റോഡുകൾ, റെയിൽ പാതകൾ, തുറമുഖങ്ങൾ
തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയവ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഭൗതിക ഭൂപടത്തിൻ്റെ ഉത്തരം എന്താണ്? ഭൂരൂപ സവിശേഷതകൾ. കാരണം ഭൗതിക ഭൂപടങ്ങൾ എന്തിനെയാണ് പറയുന്നത്? ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ തുടങ്ങിയിട്ടുള്ള ഭൂരൂപ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ കലാപം ഏത് എന്നാണ് ചോദ്യം. കുറിച്യ കലാപം. പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളും കുറിച്യരും കുറുമ്പരും കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായാണ് കണ്ടത്. അപ്പോൾ അതിന് അവർ ചില നടപടികൾ എടുത്തു. ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. അതുപോലെ പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല. പിന്നെ നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. ഇതാണ് കലാപത്തിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. ഇതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന വർഗ കലാപം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ഭൂമിയുടെ ഏറ്റവും ഉള്ളിലെ പാളി. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 7 ടെക്സ്റ്റിലുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭൂമിയുടെ ഓരോരോ പാളികൾ, ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ഭാഗം ഏതാണ്? അകക്കാമ്പ്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ അവശ്യ ഘടകം അല്ലാത്തതേതെന്നാണ് ചോദ്യം. ക്ലാസ് 6 6ാം ക്ലാസ്സിലെ ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ എന്താണ് രാഷ്ട്രം എന്നുള്ള ഭാഗത്താണ് ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം എന്നാണ് പറയുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത് ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരമാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഭൂപ്രദേശം, ജനങ്ങൾ, പരമാധികാരം, ജനാധിപത്യം എന്നാണ്. അപ്പോൾ ജനാധിപത്യം രാഷ്ട്രത്തിൻ്റെ ഒരു അവശ്യ ഘടകം അല്ല. ഇനി അതിന് തന്നെ സൈഡിലൊരു ചെറിയ ബോക്സിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത്, അതായത് പൊളിറ്റിക്സ്. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ അതിൻ്റെ വക്താക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ അതേ ഭാഗത്തു നിന്ന് തന്നെ വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. രാഷ്ട്രതന്ത്ര ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖല. രാഷ്ട്രം, ഭരണകൂടം, ഭരണഘടന, മേൽ പറഞ്ഞവയെല്ലാം, അതായത് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് അഥവാ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് 6 ഈ ടെക്സ്റ്റിൻ്റെ ഈ ഭാഗത്തു നിന്ന്, ഈ പാഠത്തിൽ നിന്ന് വീണ്ടും ഒരു ചോദ്യം കൂടി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല. ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെയും അതുപോലെ അവരുടെ ചുമതലകളും ഒക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചായത്തി രാജ് നഗരപാലിക സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. അപ്പം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മേൽനോട്ടവും നിയന്ത്രണവും വഹിക്കുന്നത്. അടുത്തതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭരണഘടന അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എ ആണ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. അടുത്ത ചോദ്യമാണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ചരിത്രം പഠിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന പ്രാഥമിക സ്രോതസ്സ് എന്ന് പറയണത്? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചരിത്ര രചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആത്മകഥ.
ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ക്ലാസ് 6 ഉള്ള ടെക്സ്റ്റിൽ നിന്ന് സെയിം പാഠത്തിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ ചോദ്യമാണ് പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. സ്റ്റേറ്റ്. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദവും റോമാക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം എ, നഗരരാഷ്ട്രങ്ങൾ. അടുത്തതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഇപ്പോൾ ക്ലാസ് 8 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിൽ എല്ലാ പൗരർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. എന്നാൽ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തിരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സായി കുറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? 18 വയസ്സായ പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ചെയ്യുന്നതിനുള്ള അവകാശം എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്ഷൻ. 21 വയസ്സായിരുന്നു, പക്ഷേ പിന്നീട് അതിനെ 18 വയസ്സാക്കി കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലാസ് 8 കേട്ടോ ഈ പാഠഭാഗം. ഇനി അടുത്ത ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചികയുടെ മാനം അല്ലാത്തത് ഏത്? ഇവിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം, തൊഴിൽ എന്നാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്ലാസ് 7 ഈ പാഠഭാഗം വരുന്നത്. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക, MPI, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അപ്പം ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും അതുപോലെ UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും സംയുക്തമായി തയ്യാറാക്കിയതാണ് ഇത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം ഇവയാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം, തൊഴിൽ. അപ്പോൾ തൊഴിലാണ് ഇവിടെ മാനമല്ലാത്തത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ടി. അടുത്തത് സിഗുറാത്തുകൾ ഏത് പുരാതന സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? സിഗുറാത്തുകൾ മെസോപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ ആണ്. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സംസ്കാരത്തിൽ ഓപ്ഷൻ സി മെസോപ്പൊട്ടോമിയൻ സംസ്കാരമാണ് സിഗുറാത്തുകൾ ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തതാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കുള്ള നിര ഏതാണ്? കൊടുത്തിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നിവയാണ് ഈ സമാന്തര പർവ്വതനിരകൾ. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ സിവാലിക്, അതാണ് ഉത്തരം. അടുത്തത് ഭൂമിയിൽ നിന്നുള്ള വികിരണം ആഗിരണം ചെയ്ത് രാത്രിയിലും ഭൂമിയെ ചൂടായി നിലനിർത്തുന്ന അന്തരീക്ഷവാതങ്ങളെ വിളിക്കുന്ന പേര് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗങ്ങളായി ഊർജ്ജം പുനർവികിരണം ചെയ്യപ്പെടുന്നൊരു പ്രക്രിയയാണ് ഭൗമവികിരണം. ഈ ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു. ഇതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ അന്തരീക്ഷത്തിലെ ഭൂമിയെ ചൂടായി നിലനിർത്തുന്ന അന്തരീക്ഷവാതകങ്ങൾ വിളിക്കുന്ന പേരെന്താണ്? ഹരിതഗൃഹവാതകങ്ങൾ. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഗണപരമായ പണനയ ഉപാധി അല്ലാത്തത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും അതുപോലെ പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു. ഇത് നിയന്ത്രിക്കാൻ RBI അളവുപരമായ ഉപാധികളും അതുപോലെ ഗുണപരമായ ഉപാധികളും ഉപയോഗിക്കുന്നു. അതായത് ഗണപരം എന്ന് പറഞ്ഞാൽ അളവ്, ഗുണപരം ക്വാളിറ്റിയാണ്, മറ്റേത് ക്വാണ്ടിറ്റിയാണ്, ഇത് ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാർജിൻ ആവശ്യകത ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ സി മാർജിൻ ആവശ്യകത ഒരു ഗുണപരമായ ഉപാധിയാണ്, ഗണപരമല്ല ഗുണപരമാണ്. അപ്പോൾ അതാണ് ഉത്തരം. അടുത്തത് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. അതിനു മുൻപ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ക്ലാസ് 8 ഈ ഒരു പട്ടിക, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകരും, ഇങ്ങനെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ അത് തെറ്റാണ്. അടുത്തത് പ്രാർത്ഥനാ സമാജം ജ്യോതിബ ഫുലെയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. സത്യശോധക് സമാജ് ആണ് ജ്യോതിബ ഫുലെ. അടുത്തത് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ SCERT ടെക്സ്റ്റുകൾ 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റുകൾ നിങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസ് കേട്ടറ്റിൻ്റെ സോഷ്യൽ സിലബസിനനുസരിച്ച് അതിലുള്ള പാഠങ്ങൾ നോക്കി നമ്മൾ ടെക്സ്റ്റ് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സഹായകമായിരിക്കും. താങ്ക് യു.